ഹലോ, വെൽക്കം ബാക്ക്. ഓർക്കിഡുകൾ നമുക്കറിയാം, എല്ലാവർക്കും വളർത്താനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ചെടിയാണ്. കാരണം പരിചരണവും കുറവാണ്. അതുപോലെ കുറേ നാളുകൾ പൂക്കളിങ്ങനെ ചെടിയിൽ നിൽക്കും എന്നുള്ളത് കൊണ്ട് നമുക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഇതിപ്പം ഒരു പിജിയൺ ഓർക്കിഡിൻ്റെ പ്ലാന്റാണ്. മറ്റ് ഓർക്കിഡുകളെ അപേക്ഷിച്ച് മറ്റ് ഓർക്കിഡുകൾ നമുക്കറിയാം പൂവിട്ട് കഴിയുമ്പോഴത്തേക്കിന് ഒരു മാസത്തോളം. ഇവിടെ ഒരു ഓർക്കിഡ് ഉണ്ടായിരുന്നത് 2 മാസത്തോളം അതിൽ പൂക്കളുണ്ടായിരുന്നു. ആ വിരിയുന്ന പൂക്കൾ അങ്ങനെ തന്നെ നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഈ പിജിയൺ ഓർക്കിഡിനെ സംബന്ധിച്ച് അത് 2-3 ദിവസം മാക്സിമം. അത് കഴിയുമ്പോഴത്തേക്കിനും അത് വാടി കൊഴിഞ്ഞു പോവും. പിന്നെ വേറെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ നിൽക്കുന്നത് വെളിയിലാണ് കേട്ടോ. നമ്മൾ സാധാരണ പാർഷ്യലി ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണല്ലോ സാധാരണ ഓർക്കിഡുകൾ വയ്ക്കുന്നത്. അധികം വെയിൽ അതിന് വേണ്ടല്ലോ. പക്ഷേ ഇവയ്ക്ക് നല്ല വെയിൽ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് വെള്ളവും ഇതിന് കിട്ടുന്നുണ്ട്. കാരണം വെളിയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ മഴയെല്ലാം കൊള്ളുന്നതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം, അതങ്ങനെ ചീഞ്ഞ് പോകത്തൊന്നുമില്ല. പിന്നെ ഒരു തൈ ആയിട്ടാണ് നമ്മളൊരു തൊണ്ടിനകത്ത് ഒരു ചെറിയൊരു തൈയാണ് കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഓർക്കിഡുകൾ പ്ലാന്റ് ചെയ്യുന്ന പോലെ തന്നെ കരിയും ഓടിൻ്റെ കഷ്ണവും പിന്നെ ഇഷ്ടികയുടെ കഷ്ണവും അതുപോലെയൊക്കെ ചകിരി അതുപോലെയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിതും വെച്ചിട്ടുള്ളത്. ഒരു പേരയുടെ ഒരു കുറ്റിയായിരുന്നു കേട്ടോ. അതിന് മേളിലോട്ട് ഇതുകൊണ്ട് ടൈ ചെയ്ത് വയ്ക്കുമായിരുന്നു. ഈ ഒരു ചെറിയൊരു തൈയിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇത് മൾട്ടിപ്പിളായി. ഒത്തിരി തൈകളുണ്ടായി. ഒത്തിരി തൈകളുണ്ടാകുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ നിറച്ചും പൂടുമ്പോൾ നല്ല ഭംഗിയാണ്. ഒരുപാട് ആ ചെടികളിലെല്ലാം തന്നെ പൂവുണ്ടാവും. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. അതെനിക്ക് അങ്ങനെ അറിയത്തില്ല. എനിക്ക് ഈ അടുത്ത ദിവസങ്ങളാണ് ഞാനത് മനസ്സിലാക്കിയത്. നല്ലൊരു സ്മെല്ലുണ്ട്. അതായത് ഒരുപാട് പൂക്കളുണ്ടായപ്പോഴാണ് ഇതിൻ്റെ എല്ലാം കൂടെ സ്മെല്ല് വന്നപ്പോൾ, ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ നല്ലൊരു സ്മെല്ല്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാനിത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെയാണ് ഈ സ്മെല്ല്. നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കെയറിങ് ഒന്നും അതിന് കൊടുക്കേണ്ട. അതുപോലെ ഫെർട്ടിലൈസർ ഇതിന് വേണ്ട. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മളെന്നും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളർത്തേണ്ട ഒരു ടൈപ്പ് ഓർക്കിഡാണ് ഈ പിജിയൺ ഓർക്കിഡ്.